ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സമയവും സാഹചര്യങ്ങളും ഒന്നും ഒത്തു വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ഹോം കെയറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണലായിട്ടും അല്ലാണ്ട് വീഡിയോയുടെ താഴെയൊക്കെ ആയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഈ ഹോം കെയറിലെ ജോലി, അതുപോലെ തന്നെ വിത്തൗട്ട് ലൈസൻസിൽ ജോലി കിട്ടുമോ, അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ചോദിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചൊന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമോ, അത് എല്ലാവർക്കും ഇൻഡിവിജ്വലി ആൻസർ കൊടുക്കണേക്കാട്ടി നല്ലത് ഒരു വീഡിയോ ആയിട്ട് ഇട്ട് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന്. അപ്പോൾ ആ ഹോം കെയർ എന്താണ്, അതിലെവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഡ്യൂട്ടി അവേഴ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചു വിത്തൗട്ട് ലൈസൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോം കെയറിൽ ജോലി കിട്ടുമെന്ന്. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും വിത്തൗട്ട് ലൈസൻസിൽ. പക്ഷേ അത് നമ്മളുടെ സെയിം നേഴ്സിംഗ് മാത്രമുള്ള ജോലി ആയിരിക്കില്ല. ഇപ്പോൾ നാട്ടിൽ നമ്മൾ GNM ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻസിനെ എടുക്കുന്നു, എല്ലാ കാര്യം തന്നെ ചെയ്യുന്നു. പക്ഷേ എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഇവിടെ, എസ്പെഷ്യലി ദുബായിൽ. നമുക്കിവിടെ GNM കഴിഞ്ഞവർക്ക് ഇവിടെ പേഷ്യൻസിനെ തരുകയോ അല്ല അത് നമ്മൾ RN രജിസ്റ്റേർഡ് നേഴ്സ് ചെയ്യുന്ന ഒരു സംഭവവും നമ്മൾ GNMകാർക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് IV, ബ്ലഡ് കളക്ഷൻ, സക്ഷനിങ്, സെൻട്രൽ ലൈൻ ഡ്രസ്സിങ്, അങ്ങനത്തെ ഇഞ്ചക്ഷൻസ് ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ GNM കഴിഞ്ഞ് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈസറി കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആകെ ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോം കെയറിൽ പോയി ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ പൊസിഷനിങ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട മെഡിസിനോ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അല്ലാണ്ട് ചില ഇപ്പോൾ ഇങ്ങനെ യൂറിൻ കത്തീറ്ററൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കൂടെ ഡോക്ടറുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചില ഹോം കെയറുകൾ അങ്ങനെ ഇതില്ല, എന്താ പറയുക, പെർമിറ്റ് ഇല്ല. പക്ഷെ ചില ഹോം കെയറുകൾ സ്റ്റാഫിന് GNMനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹോം കെയറുകളുണ്ട്. പക്ഷെ ലീഗലി അത് അലൗഡ് അല്ല. അപ്പോൾ ലൈസൻസ് ഇല്ലാത്തവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളിൽ ഇപ്പോൾ വയസ്സായ ആൾക്കാരെ നോക്കാനായിട്ട് എൽഡർ കെയർ ചെയ്യണം. അതിപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനെയും അമ്മേനെ നോക്കുന്നു, അവിടെ ആരുമില്ല നോക്കാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നേഴ്സിനെ അവിടെ നിർത്തിയിട്ട് അവരെ നോക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ അവർ നടക്കുന്നവരായിരിക്കാം, അവർ എന്താ പറയുക, അവർ തന്നെ തനിയെ എടുത്ത് കഴിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ അവർ വയസ്സായി, അപ്പോൾ അവർക്ക് അവരെ തനിയെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു കൂടെ നിന്ന് നോക്കാനായിട്ട് ഒരാൾ വേണം. അങ്ങനെ നേഴ്സിനെ അവർ ബുക്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തെ നേഴ്സസിന് എന്താണ്, ലൈസൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബെഡിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് ബെഡിഡൻ ആയിട്ടുള്ള അറിയാലോ, അപ്പോൾ അവർക്ക് എന്താ ബോധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഒരാളെ ആവശ്യമാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഹോം കെയറിന് നേഴ്സിനെ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ നേഴ്സ് അവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളും ഫുഡ് കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നു. അവരെ ബാത്റൂമിൽ പോകാനോ, അല്ലെങ്കിൽ ചിലർ ബെഡിഡൻ ആകുമ്പോൾ അവർ അവിടെ തന്നെ ബെഡ് പാനും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യുന്നു, തുടയ്ക്കുന്നു, പൊസിഷൻ കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിനും ലൈസൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെയും ഇവിടെ ഹോം കെയറിൽ നേഴ്സസിനെ എടുക്കുന്നുണ്ട് വിത്തൗട്ട് ലൈസൻസിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈസൻസ് ഇല്ലാത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി സിറ്റർ, അതായത് പിള്ളേരെ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ന്യൂ ബോൺ ആണെങ്കിൽ ആ ന്യൂ ബോണിന് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇപ്പോൾ കൊച്ചുങ്ങളെ ബാത്ത് ചെയ്യിപ്പിക്കാനും, പിന്നെ മദറിന് ഫീഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും, കൊച്ചിന് എന്താ പറയുക ഡയപ്പർ കാര്യങ്ങൾ ഇതാക്കാനും, അല്ലാണ്ട് ഫോർമുല ഫീഡ് കൊടുക്കാനും എല്ലാത്തിനും സഹായിക്കാനായിട്ട് അവർ നഴ്സസിനെ ബുക്ക് ചെയ്യും. അത് ഹോം കെയർ വഴി ബുക്ക് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കും എന്ത് ചെയ്യുന്നു, ലൈസൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് വരുന്നത്, ഇപ്പോൾ വീട്ടിൽ ആരുമില്ല, അവർക്ക് ഇപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ പുറത്തു പോകണം, അല്ലെങ്കിൽ വർക്കിംഗ്, ഫാദറും മദറും വർക്ക് ചെയ്യാണ്, വീട്ടിൽ പിള്ളേർ ഒറ്റയ്ക്കാണ്, അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഹോം കെയറിന്ന് ഇങ്ങനെ നേഴ്സസിനെ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, പിള്ളേരെ കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുക, എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ളവരെയും അങ്ങനെയുള്ള സർവീസസ് അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് ലൈസൻസിലുള്ള നേഴ്സസിനെ അങ്ങനത്തെ സർവീസിന് വിടുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്കാണ് വിത്തൗട്ട് ലൈസൻസിലില്ലാത്തവരെ എന്ത് ചെയ്യുന്നത്, എടുത്തിട്ട് അവരിതാക്കുന്നത്. അതായത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏകദേശം ഒരു വീട്ടുജോലിയല്ല, ഒരു ആയയുടെ പണി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. വീട്ടിലെ ജോലികളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്താ പറയുക, അല്ലാണ്ട് അവരെന്തിനാണോ ബുക്ക് ചെയ്ത് ആ സർവീസ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് എന്താ പറയുക, വേറെ അവിടുത്തെ കാര്യങ്ങളോ അവിടെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണോ അവർ പറയുന്നത്, അതായത് റിലേറ്റഡ് ടു ബേബി, റിലേറ്റഡ് ടു എൽഡർ കെയർ, എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മൾ എന്ത് ചെയ്യുക,
അവിടെ പോയി ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് അവിടെ മെയ്ഡ് പണിയോ അല്ല അവിടെ തുടയ്ക്കലോ അവിടെ തൂക്കലോ അങ്ങനത്തെ പണികളൊന്നും അല്ല വരുന്നത്. ഇങ്ങനെ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ വിത്തൗട്ട് ലൈസൻസിനെ ആൾക്കാരെ എടുക്കുന്നുണ്ട്. പിന്നെ ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 അവേഴ്സ് തന്നെയാണ് വീക്കിലി വരുന്നത്. അപ്പോൾ 48 അവേഴ്സിൽ ചിലവർ 24 അവേഴ്സ് അവർക്ക് ആ ഒരു പോയ ആ നേഴ്സിന് തന്നെ വേണമെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അക്കോമഡേഷനും ഫുഡും അവിടെ തന്നെ കൊടുക്കും, അവരുടെ കൂടെ തന്നെ താമസിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവരവിടെ മേ ബി ഒരു 1 വീക്കിൽ വൺസ് തന്നെ അവിടെ താമസിക്കാം. ചിലവരൊക്കെ അവിടെ തന്നെ അവർക്ക് ഫുഡും അക്കോമഡേഷനും ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ സ്ഥലത്ത് അക്കോമഡേഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഫ്രീ അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യും, ആ പേഷ്യൻസിനെ സ്ഥിരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന അങ്ങനെയും നഴ്സസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ലൈസൻസ് ഇല്ല കേട്ടോ, വിത്തൗട്ട് ലൈസൻസിലാണ്. ജസ്റ്റ് കമ്പനിയുടെ അണ്ടറിൽ വിസയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു, കമ്പനിയാണ് എല്ലാം എടുത്തു കൊടുക്കുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇതാക്കുന്നു. ചിലവർ ഇപ്പോൾ 24 അവേഴ്സ് ഇപ്പോൾ 2 ഡേയ്സ്, അതായത് 48 അവേഴ്സ് ആണ് വീക്കിലി വരുന്നത്. അപ്പോൾ അവർ 2 ഡേയ്സ് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യുന്നു, ഓഫ് എടുക്കുന്നു. അല്ല ഇപ്പോൾ എക്സ്ട്രാ ഓവർ ടൈം ചെയ്യുന്നതിന് നമുക്ക് ഓവർ ടൈം ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, വേണ്ട ഞങ്ങൾക്ക് ഓഫ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് 4 ഡേയ്സോ 5 ഡേയ്സ് ഒക്കെ പോയിട്ട് 2 ഡേയ്സ് ഓഫ് എടുക്കുന്നു. അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഹോം കെയറുമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ വിത്തൗട്ട് ലൈസൻസിൽ ഇതൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക ഒരു മെയിൻ ജോബ് റോൾ എന്ന് പറയുന്നത് കേട്ടോ. ലൈസൻസ് ഉള്ളവർക്ക് സാലറിയിൽ ഡിഫറൻറ്റ് വലിയ ഹ്യൂജ് ഡിഫറൻറ്റ് ഉണ്ട്, ലൈസൻസ് ഇല്ലാത്തവർക്കും ഡിഫറൻറ്റ്. പക്ഷേ കമ്പയറിങ് ടു നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ചിട്ട് നമുക്കൊരു അത്യാവശ്യം ക്യാഷ് നമുക്കിവിടെ കിട്ടും കേട്ടോ. വിത്തൗട്ട് ലൈസൻസിൽ അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ള ക്യാഷ് കിട്ടും. അപ്പോൾ സാലറി എത്ര എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് വിത്തൗട്ട് ലൈസൻസ്. ഞാൻ മെയിനായിട്ട് വിത്തൗട്ട് ലൈസൻസിനുള്ള നേഴ്സസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. വിത്ത് ലൈസൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കണം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടൊരു നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ട് വേറെ, അതായത് ഈ ഹോം കെയറോ വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോസ് വീണ്ടും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, ഞാൻ എനിക്കറിയുന്ന ഒരു അറിവ്, അതായത് ഞാനിവിടെ ഒരു 6 വർഷം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു അറിവും കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജെന്യൂനായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ ഒരു ഫേക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യം എനിക്ക് അറിയുന്നത് കൊണ്ടാണ്, എൻ്റെ കുറേ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഫീൽഡിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. അറിയില്ലാത്തവർക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്തിട്ട് അവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, നമസ്കാരം.